ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ചക്കയും ബീഫും എല്ലാവരും ട്രൈ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇന്ന് അതിലും സൂപ്പർ ഹിറ്റായ പുതിയൊരു വിഭവമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തേങ്ങാക്കൊത്തിട്ട് തേങ്ങ വറുത്തരച്ച നമ്മളുടെ ബീഫ് കറി. നമ്മളുടെ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. ബീഫ് 1/2 കിലോ, തേങ്ങ ചിരകിയത് 1/2 മുറി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, സബോള, മല്ലിപ്പൊടി. ഇനി നമ്മൾക്ക് തേങ്ങയിലേക്ക് ആവശ്യമായ സ്പൈസസും. നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, കരിവേപ്പില. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടപ്പത്തേക്ക് കയറ്റാം. സമയത്ത് നമുക്ക് കുക്കർ കയറ്റി വെക്കാം. അതിനുശേഷം നമ്മളുടെ തേങ്ങ വറുത്തെടുക്കാം. ഞാൻ തേങ്ങ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തെടുക്കാം. നമ്മളുടെ വറവായിട്ടുണ്ട്, നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത്രയും കളർ മതി നമ്മളുടെ തേങ്ങയ്ക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സ്പൈസസ് ചേർക്കാം. പട്ട 3 കഷ്ണം, ഗ്രാമ്പു 4 ഗ്രാമ്പു ഇടുന്നുണ്ട്, 1 കഷ്ണം തക്കോലം, 3 ഏലക്ക, 10 കുരുമുളക്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുകയാണ്. നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. ഒന്ന് ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കുക. നന്നായി ഇളക്കുക. നന്നായി ഇളക്കി അതെല്ലാം മിക്സ് തേങ്ങയിലേക്ക് യോജിക്കട്ടെ. ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. Meanwhile, 12 seconds later. പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സബോള ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്താൽ നമ്മളുടെ സബോള പെട്ടെന്ന് വഴന്നു വരുന്നതാണ്. മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നു. ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് യോജിപ്പിക്കുന്നു. തേങ്ങാക്കൊത്ത് ആ സബോളയും എല്ലാമായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർക്കുന്നതാണ്. ഇത്തിരി കരിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരപ്പ് യോജിപ്പിച്ചു. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ മിശ്രിതം ഈ തേങ്ങാക്കൊത്തിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അവിടെ കിടന്നത് നന്നായി ഒന്ന് തേങ്ങാക്കൊത്തായിട്ടൊന്ന് യോജിക്കും. ഇനി നമ്മൾ ബീഫ് ആഡ് ചെയ്യുന്നു. ബീഫ് നന്നായി തേങ്ങാക്കൊത്തും അരപ്പ് മിശ്രിതമൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് ഒന്ന് പയ്യെ തിളച്ച് കുറുതായി വരണം. അപ്പോൾ നമ്മുടെ കറി നല്ല വാസനയൊക്കെ ഉണ്ട്. ആ സ്പൈസസിൻ്റെയും പിന്നെ തേങ്ങ വറുത്തരച്ച മണവും നല്ലതായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങ വറുത്തതിൽ നിന്നും ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മുകളിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അത് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് മുഴുവൻ തേങ്ങ അരയ്ക്കാത്ത വറുത്ത തേങ്ങ. ഈ ബീഫ് കറി ചോറിൻ്റെ ഒപ്പമോ
അപ്പത്തിൻ്റെ ഒപ്പോ ചപ്പാത്തിയോ പാലപ്പോ പത്തിരിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. Eventually, അടിപൊളി, നല്ല രസമുണ്ട്. അപ്പത്തിൻ്റെ ഒപ്പം കഴിച്ചിട്ട് ആ തേങ്ങക്കൊത്തൊക്കെ നന്നായി വറുത്ത് ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട്. ബീഫാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് സൂപ്പർ.